അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുക, അതുപോലെ സമ്പത്തിൽ ആകെ നമ്മൾ കഷ്ടത്തിലാവുക, നമുക്ക് സമ്പത്ത് വർധനവ് കിട്ടണമെങ്കിലും, അതുപോലെ ദാരിദ്ര്യമില്ലാത്ത ജീവിതം കിട്ടണമെങ്കിലും, കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടണമെങ്കിലും, സാലറി വർധനവിനൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു വലിയൊരു അമലാണ്. നമ്മുടെ മുത്ത് ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു അമലാണ്. ഈ ഒരു അമൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ബറക്കത്ത് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തില്ലായ്മ കാരണമാണല്ലോ നമുക്ക് ദാരിദ്ര്യങ്ങൾ അനുഭവപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബറക്കത്ത് പടച്ച റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യം നമുക്ക് ഉണ്ടാവില്ല. ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സും നമ്മുടെ വീട്ടിൽ നമ്മൾ നല്ല ബറക്കത്ത്, നമ്മൾ ഖുർആനൊക്കെ പാരായണം ചെയ്ത് അള്ളാഹുവായിട്ട് അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബറക്കത്ത് തരും. നമ്മൾ ഈ ഒരു അമലൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മൾ കാരണം തന്നെയായിരിക്കും. നമ്മൾ ഏത് അമൽ ചെയ്താലും അള്ളാഹു നമുക്ക് ദുആക്ക് ഉത്തരം തരും. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടിൽ 5 നേരം കളാക്കാതെ എല്ലാ അംഗങ്ങളും നിസ്കരിക്കണം. ഏതെങ്കിലും ഒരു അംഗം നിസ്കാരത്തെ വിലവെക്കാതെ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ എത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല. വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവില്ല, ദാരിദ്ര്യം മാറില്ല. നമ്മുടെ മുത്ത് ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ദാരിദ്ര്യം മാറാനായിട്ട് വാക്കിയ സൂറത്ത് പാരായണം ചെയ്യാനായിട്ട്. വാക്കിയ സൂറത്ത് നമ്മളിൽ പലരും വീടുകളിൽ വെച്ചിട്ട് പാരായണം ചെയ്യുന്നവരായിരിക്കും. വാക്കിയ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യേണ്ട രീതിയിൽ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറും. നമ്മുടെ കച്ചവടത്തിൽ വർധനവുണ്ടാവും, ലാഭം കിട്ടും, സാലറിയിൽ വർധനവുണ്ടാവും, വീട്ടിൽ ബറക്കത്തുണ്ടാവും, ദാരിദ്ര്യമൊക്കെ മാറി നമ്മുടെ ജീവിതം സന്തോഷകരമായി തീരും. വാക്യ പതിവാക്കാത്തവരാണെങ്കിൽ ഇന്നു മുതൽ വാക്യ സൂറത്ത് പതിവാക്കിക്കോളി. എങ്കിൽ ചിലർ ഈ വീഡിയോ കേൾക്കുന്ന ചിലർ വിചാരിക്കും, ഞാൻ ഡെയിലി വാക്യ സൂറത്ത് പാരായണം ചെയ്യുന്നുണ്ടല്ലോ, എനിക്കിതുവരെ ഒന്നും ഒരു മാറ്റം കിട്ടിയിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. നമ്മൾ വാക്യ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ദാരിദ്ര്യം മാറാനായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് കടം വീടാനായിക്കോട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ മാറി കിട്ടാനായിക്കോട്ടെ, വാക്യ സൂറത്ത് നമ്മൾ നിയ്യത്ത് വെച്ചിട്ട് ഓതുക. എന്നിട്ട് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഓതുക. അല്ലാണ്ട് നമ്മൾ ഇതുപോലെ എൻ്റെ ഇന്നാലിന് ആവശ്യം നിറവേറ്റി കിട്ടാൻ വേണ്ടി ഞാൻ വാക്യ സൂറത്ത് ഓതുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓതാൻ പാടില്ല. അപ്പോൾ അതിന് ഫലം കിട്ടില്ല. എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം അള്ളാ നീ കാണുന്നില്ലേ, എൻ്റെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് അള്ളാ നിനക്ക് വേണ്ടി ഞാൻ വാക്യ സൂറത്ത് പാരായണം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാരായണം ചെയ്യുക. പാരായണം ചെയ്ത ശേഷം നമ്മൾ ഹിലാസോടു കൂടി പാരായണം ചെയ്യണം. എന്നിട്ട് പടച്ച റബ്ബിനോട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദുആ ചെയ്യുക. നമ്മളിങ്ങനെ വാക്യ സൂറത്തിനെ സ്നേഹിച്ച് ഖുർആനിൽ ലയിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങൾ പതിയെ അള്ളാഹു കണ്ട് മാറ്റിത്തരും. ദാരിദ്ര്യമില്ലാത്ത ജീവിതം നമുക്ക് കിട്ടും. ഈ ഒരു വാക്യ സൂറത്ത് കൊണ്ട് നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയം കിട്ടും. ഖുർആനാണല്ലോ, ഖുർആൻ ഓതിയാൽ നമുക്ക് നമ്മുടെ മുത്ത് ഹബീബ് പറഞ്ഞു തന്നതല്ലേ. അപ്പോൾ ഇത് നമുക്ക് വിശ്വസിച്ചിട്ട് നമ്മുടെ കൂടെ കൂട്ടാം. ഉറപ്പായിട്ടും ഇതിൽ വിജയം ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഈ ഒരു സൂറത്ത് കൊണ്ട് മാറിക്കിട്ടും. ആത്മാർത്ഥമായിട്ട് ഓതുക, അല്ലാഹു തആലാക്ക് വേണ്ടി ഓതുക. എല്ലാവരും ഇത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. തട്ടിക്കളയരുത്. ഇങ്ങനെയുള്ള മെസ്സേജുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.